മലയാളത്തിൽ നിന്ന് ഒരു ത്രില്ലർ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റോന്ത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരുവിധം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമാണ്. അതിന്റെ കാരണം ഇതിലത്തെ ആക്ടേഴ്സ് അല്ല, ഷാഹി കബീർ എന്നുള്ള പേരാണ്. സോ ഒരുവിധം എല്ലാ പോലീസ് സിനിമകളും നോക്കിയാൽ ഒന്നെങ്കിൽ ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ റൈറ്റർ ആയിട്ടൊക്കെ അങ്ങേരുണ്ടാവും. ആളുടെ പടത്തിന് ഒരു ലൈഫ് ഉണ്ട്. ഈ യൂഷ്വൽ ഗിമ്മിക്സും കോമാളിത്തരങ്ങളൊന്നുമില്ല. ഫ്രം ദ ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് ഭയങ്കര സീരിയസ് മോഡിൽ പോണ പടമാണ്. അതന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. സോ ഇതൊരു ത്രില്ലർ എന്ന് വിളിക്കുന്നേക്കാളും ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പോലീസുകാരുടെ ലൈഫ്, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ടെൻഷൻസ്, അവർക്ക് ഫാമിലി എത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ സിനിമയുടെ പ്ലോട്ട് പറയാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയലോഗ് ഈ പടത്തിലുണ്ട്. അതന്നെ ധാരാളമാണ്. പോലീസ് ആണ് നീ, പക്ഷെ നിനക്ക് എന്താണ് പോലീസിംഗ് എന്ന് അറിയില്ല. ഇന്ന് തോളത്ത് കൈയിട്ട് നടക്കുന്ന എല്ലാവരും നാളെ ചിലപ്പോൾ തിരിഞ്ഞു കൊത്തും. അത് വളരെ വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു പടമാണ്. സോ ത്രില്ലർ, സീറ്റ് ഓഫ് ദ എഡ്ജ് ത്രില്ലർ പ്രതീക്ഷിച്ച് പോകരുത്. ഇത് പോലീസുകാരുടെ ഇമോഷൻസ് നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുള്ള നല്ലൊരു സിനിമയാണ്. ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഈ സിനിമയുടെ ബാക്ക് ബോൺസ് പറയുമ്പോൾ ഇതിലത്തെ ആക്ടേഴ്സ് തന്നെയാണ്. ഒന്ന് ദിലീഷ് പോത്തനും, ഒന്ന് റോഷൻ മാത്യൂസും. സോ നിങ്ങളൊരു ലൈറ്റ് ഹാർട്ടഡ് പേഴ്സൺ ആണ് വെച്ചാൽ ഈ സിനിമ കാണരുത് എന്ന് ഞാൻ പറയുള്ളൂ. ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സ് ഭയങ്കര ഹോണ്ടിങ് ആണ്. സോ ഞാൻ ഈ സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഉറക്കം വന്നിരിക്കുകയായിരുന്നു. ഈ സിനിമ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നി. യൂഷ്വലി വേറെ ആരെങ്കിലും ഈ പടം എടുത്ത് വെച്ചിട്ട് വെച്ചാൽ ഒരു ഡോക്യുമെന്ററി പോലെ ആയിട്ടുണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ടുവേർഡ്സ് എൻഡ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയി തോന്നി. ഉറക്കം പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ മലയാളം ഇൻഡസ്ട്രിയുടെ ഹൈലൈറ്റ് എന്നൊക്കെ പറയാൻ ചില പടങ്ങൾ ഉണ്ടാവില്ലേ, അതായത് വേറൊരു ഇൻഡസ്ട്രിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പടമായിട്ടാണ് റോന്ത് പേഴ്സണലി എനിക്ക് തോന്നിയത്. കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി, ചിലപ്പോൾ തമിഴിന് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഈ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവില്ല. ത്രില്ലർ അല്ലെങ്കിൽ പോലും ചില ഭാഗത്തൊക്കെ കുറച്ച് ഫ്രൈറ്റനിങ് ആയിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ ടെൻഷൻ BP കയറ്റുന്ന സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ്, റോഷൻ മാത്യൂസ്. സോ റോഷൻ മാത്യൂസിന് ഒരു പ്രൈം ഉണ്ടായിരുന്നു. അതായത് ആൾ അഭിനയിച്ച ഒരുവിധ എല്ലാ പടങ്ങളും കിടിലനായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് ആള് വന്നിട്ട് കുറെ കോമാളി പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോ കൺകജുര ടു ഹിന്ദി ബോളിവുഡ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വൻ കിടു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇതിലും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഹീസ് ബാക്ക് അറ്റ് ഹിസ് ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആള് പറയുമ്പോ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, പെട്ടെന്ന് കരയണ, അല്ലെങ്കിൽ ചില ട്രോമയെ കൂടെ കടന്നുപോയ പെട്ടെന്ന് ദേഷ്യം വരുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിന്റെ ആള് പേടിക്കുന്ന സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ആള് പെർഫോം ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഹോസ്പിറ്റലിൽ വെച്ചൊരു സീൻ ഉണ്ട്, വൻ കിടു ആയിരുന്നു. പിന്നെ അടുത്ത് പറയാൻ ദിലീഷ് പോത്തന്റെ കാര്യമാണ്. നാച്ചുറൽ ആക്ടിങ്ങിന്റെ ബാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ എന്തും പോവും. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. സോ പുറത്ത് ഭയങ്കര ടെററായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റഫായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, ഉള്ളിൽ ഭയങ്കര പാവത്താനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവര് രണ്ടുപേരല്ലാതെ വേറൊരാൾ ഇത് ചെയ്ത് നന്നാക്കുന്നൊന്നും ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയും നന്നായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. നായാട്ട് സിനിമ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അതുപോലത്തെ ഒരു പടമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണൽ കണക്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നായാട്ടിന്റെ ചെറിയൊരു ക്രോസ് ഓവർ ഉണ്ട്, അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടാണ് ഈ സിനിമ നിർത്തി വെച്ചിരിക്കുന്നത്. പോലീസുകാര് ഈ പെട്രോളിംഗ് പറഞ്ഞ് പോകുമ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് പോണത്, എത്ര റഫ് ആയിട്ടുള്ള റൂട്ട്സ് കൂടെയാണ് അവർ പോകണമെന്നൊക്കെ ഒരു കോറി സീനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നൈസായിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ ഇതിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവറി വൺ അടിപൊളിയായിരുന്നു. ഒരാൾ ബോറാക്കി എന്ന് പറയാനില്ല. ചെറിയ ചെറിയ റോൾസേ ഉള്ളൂ. ഇപ്പൊ യൂഷ്വലി ഒരു നായകന് ഒരു ഭാര്യ ഉണ്ട് പറയുമ്പോൾ റൊമാൻസ് കാര്യങ്ങൾ, പാട്ട്, ഡാൻസ് അതൊന്നും ഈ സിനിമയിലില്ല. എന്നാൽ അവർക്ക് കൊടുത്ത റോൾ വൃത്തിയായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദിലീഷ് പോത്തന്റെ ഭാര്യയായിട്ട് മിഥുൻ ബ്രോയുടെ വൈഫാണ് അഭിനയിച്ചിരിക്കുന്നത്. ചെറിയ റോളാണ്, നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ വേണ്ടവരെ കണ്ടു നോക്കുക. ട്രൈ ഇറ്റ് ഔട്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ.